തുച്ഛമായിട്ട് ചെലവാക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അഭിമന്യ തിരുമേനി പറഞ്ഞ ലിമിറ്റഡ് സ്പേസ് അത് എത്രയോ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന്റെ ഇൻകാർണേഷനെ കുറിച്ചുള്ള പഠനങ്ങളിൽ യേശു ക്രിസ്തു ലിമിറ്റഡ് സ്പേസിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്രിസ്ത്യാനിറ്റി ആൻഡ് അഫ്ലുവൻസ്, ലോകം ഒരു അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് പോകുമ്പോൾ നമ്മളും അതിലേക്ക് പയ്യെ മൂവ് ചെയ്യണം. നമ്മുടെ എല്ലാ ജീവിതശൈലികളും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ലിമിറ്റ് ചെയ്യുക, പരിമിതപ്പെടുത്തുക. യേശു ക്രിസ്തു പരിമിതനായി തീർന്നു. നമ്മളുടെ ജനപ്പെരുന്നാളിന്റെ ശുശ്രൂഷ വായിക്കുമ്പോൾ അവൻ ഗുഹയിൽ ജനിച്ച ക്രിസ്തുവിനെ ചൂട് കിട്ടുന്നതിന് വേണ്ടി പുൽത്തൊട്ടിയിലേക്ക് മറിയം എടുത്തു കിടത്തിയാണ്. പുൽത്തൊട്ടിയിലല്ല യേശു ക്രിസ്തു ജനിച്ചത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഗഹുര ഭവന മന്നവനെ, ഗുഹ വീടാക്കി തീർത്ത രാജാവേ എന്ന പ്രാർത്ഥന. അതിലൊരു പ്രാർത്ഥനയിൽ കീറത്തുണി ചുറ്റി കിടന്നു എന്നാണ് വായിക്കും. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വണ്ടിയില്ലാത്തതോ വീടില്ലാത്തതോ ഒന്നുമല്ല. നമുക്ക് ലഭിച്ച സമയം മനസ്സൊന്ന് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, മരണത്തിനുമും അനുതാപത്താൽ ഉണർവേകാത്തോ കയ്യോ കഷ്ടം. എന്റെയും നിങ്ങളുടെയും ആയുസ് ദൈവം എപ്പോൾ വിളിച്ചാലും, എപ്പോഴോ എവിടുന്നോ അവിടുന്ന് തിരുമനസ്സാവകാരം എന്നെ വിളിച്ചാൽ ഞാൻ ലജ്ജ കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. വന്യ കോർപ്പിസ്കോപ്പ വൈദിക ശ്രേഷ്ഠരെ, വന്യ റമ്പാച്ചൻ, ഈ പള്ളിയിലെ ശുശ്രൂഷയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, അനുഗ്രഹീതരായ ദൈവജനമേ, ഈ ദേവാലയത്തിൽ ഖബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനായ മർക്കോസ് മാർ കൂർലോസ് തിരുമേനിയുടെ 21ാമത്തെ ശ്രാദ്ധ പെരുന്നാൾ ഇടവക വളരെ ഭക്തിയോടെ നിർവഹിക്കുകയാണല്ലോ. ഈ സന്ദർഭത്തിൽ ഇവിടെ വരുന്നതിനും ഇന്നലെ സന്ധ്യാപ്രാർത്ഥനയിലും തുടർന്ന് വിശുദ്ധ കുർബാനയിലുമൊക്കെയും സംബന്ധിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിനിടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ അഭിവന്യ തിരുമേനി അച്ഛനായിരിക്കുമ്പോൾ ഞാൻ ആ തിരുമേന്റെ കൂടെ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും താമസിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. തിരുമേനിക്ക് ശേഷം വൈദിക സെമിനാരിയിൽ മൽപ്പാനായിട്ട് സേവനം ചെയ്യുവാനും എനിക്ക് സാധിച്ചു. ആ അറിവുകളെല്ലാം അഭിവന്യ തിരുമേനിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുമേനിയുടെ ബഹുമാനാർത്ഥം ഇന്നലെ സുറിയാനിയിൽ പ്രാർത്ഥനകൾ നിർവഹിക്കുകയും അതെല്ലാവർക്കും അനുഗ്രഹപ്രദമായിട്ട് നിലനിർത്തുകയാണ്. ലോകത്ത് സുറിയാനി ഭാഷ നിലനിർത്തുന്ന ചുരുക്കം സഭകളിൽ ഒന്നാണ് നമ്മളുടേത്. ഈ ഭാഷ നിലനിർത്തുകയും പഠിക്കുകയും അതിൻ്റെ ഉള്ളടക്കങ്ങളും അതിൻ്റെ പ്രതീകങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നാം പഠിക്കേണ്ടിയിരിക്കും. ക്രൈസ്തവ സഭകളിൽ 3 രീതിയിലുള്ള വേദശാസ്ത്ര ചിന്താഗതികളുണ്ട് പിതാക്കന്മാരുടെ. ഗ്രീക്ക് പാരമ്പര്യങ്ങളിലുള്ള പിതാക്കന്മാരുണ്ട്, ലാറ്റിൻ പാരമ്പര്യങ്ങളുള്ള പിതാക്കന്മാരുമുണ്ട്. ആഗോളതലത്തിൽ കൂടുതൽ ഈ പിതാക്കന്മാരുടെ പഠനങ്ങളാണ് 3-4 നൂറ്റാണ്ടുകളിൽ വേദശാസ്ത്രത്തിൻ്റെയൊക്കെയും ആയിട്ട് അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന ഒരു പാരമ്പര്യങ്ങളാണ് സുറിയാനി പാരമ്പര്യങ്ങൾ. അത് പഴയ കാലങ്ങളിൽ അധികം ശ്രദ്ധയോടുകൂടി അതിന്റെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ടില്ല എങ്കിലും ഇന്ന് ലോകം കുറേയും കൂടി ശ്രദ്ധിക്കുന്നതായ ഒരു പാരമ്പര്യങ്ങളാണ് സുറിയാനി പാരമ്പര്യം. സുറിയാനി പാരമ്പര്യത്തിന് അന്നത്തെ തത്വചിന്തയായ ഗ്രീക്ക് തത്വചിന്തയും മറ്റുള്ള ഫിലോസഫിയുടെ സ്വാധീനങ്ങൾ കുറവാണ്. അഫ്രേം, അഫ്രഹാത്ത്, മോർ യാക്കോബ്, മോർ പീലക്സീനോസ്, മോർ ഐസക് തുടങ്ങിയ വലിയ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ അന്നത്തെ ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനങ്ങൾ കുറവാണ്.
അവരുപയോഗിച്ചിരുന്ന അന്നത്തെ ചില പ്രതീകങ്ങളായിരുന്നു. മോർ അഫ്രൈമിന്റെ രചനകളിൽ പ്രതീകങ്ങളിലൂടെയാണ് വേദശാസ്ത്രം വെളിപ്പെടുത്തിയിരുന്നത്. ഉൾക്കണ്ണുകൾ, തീ, പ്രാവ്, കാറ്റ് തുടങ്ങി ഒത്തിരി പ്രതീകങ്ങൾ അവരുപയോഗിച്ചിരുന്നു. വാത്സല്യമുള്ളവര്, ഇന്ന് അക്കാഡമിക് ലോകത്ത് കുറേയും കൂടി അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് ഈ പഠനങ്ങൾ. നമ്മുടെ സഭ ഈ കാര്യത്തിലൊക്കെ കുറേയും കൂടി ഉത്സാഹം കാണിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വാത്സല്യമുള്ളവരെ, ഇതെല്ലാം നമ്മുടെ പിതാക്കന്മാര് ഉൾക്കൊണ്ടും ചിന്തിച്ചും മുന്നോട്ട് പോയതാണ്. അഭിമന്യ തിരുമേനി ആ ഭാഷ നിലനിർത്തുന്നതിൽ വലിയ സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. തിരുമേനിന്റെ ഹാൻഡ് റൈറ്റിംഗ്, സുറിയാനിയുള്ള ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതായിരുന്നു, വളരെ മനോഹരമായിരുന്നു, നല്ല വടിവൊത്ത അക്ഷരങ്ങളായിരുന്നു. ഞാൻ അതിനെ അനുകരിച്ച് അന്ന് എഴുതുമായിരുന്നു. തിരുമേനിയുടെ കൂടെ താമസിച്ച് പഠിക്കുന്നതിനൊക്കെ സാധിച്ചു. തിരുമേന്റെ വീട്ടിൽ കുറച്ചു കാലം താമസിക്കാനിടയായി. തിരുമേന്റെ അനുജന്റെ പിള്ളേര് എവിടെയാണ് കെട്ടിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കാനിടയായി തീർന്നു. കളത്തിപ്പടിയിൽ നിന്ന് തിരുമേന്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്, പൊൻപള്ളി വരെ ഞാൻ ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ട്. ബസ് കിട്ടാത്ത സമയമാണ്, അതുകൊണ്ട് പലപ്പോഴും കളത്തിപ്പടിയിൽ നിന്ന് അങ്ങോട്ട് ഞാൻ നടന്നിട്ടുണ്ട്. 4 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാനൊക്കെ പോയ ശേഷം തിരുമേനിയുമായിട്ട് അത്ര ബന്ധത്തിൽ വരാനായിട്ട് സാധിച്ചില്ല. എപ്പോഴും പ്രാർത്ഥിക്കുകയും ഓർക്കാറുണ്ട്. പിന്നീട് ഞാൻ അമേരിക്കയിലേക്ക് പോയപ്പോഴൊക്കെയും തിരുമേനിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനായിട്ട് സാധിച്ചില്ല. എപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥനകളിലും കുർബാനകളിലും തിരുമേനി ഓർക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ വയനാട്ടിൽ തിരുമേനി വന്നിട്ടുണ്ട്. ഇന്ന് താമസിച്ചില്ല, ഭക്ഷണം കഴിച്ചൊക്കെ പോയി. ഞാൻ അന്ന് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി സൗകര്യങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, ഇത് ഏറ്റവും വലിയ സൗകര്യമാണ്. ഞാനൊന്ന് ഓർക്കുകയാണ്. നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. തിരുമേനി അവിടെ കൊണ്ടുപോകുന്നതും അതിലൊക്കെ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്പം വിഷമത്തോട് പറഞ്ഞു, തിരുമേനി സൗകര്യങ്ങൾ കുറവാണ്. തിരുമേനി വളരെ സന്തോഷത്തോടെ ഈ സൗകര്യങ്ങൾ വളരെ വലുതാണ് എന്ന് ഉറപ്പെടുത്തിയ, ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിൾ ഫെസിലിറ്റീസ്, അതിൽ ആനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കുക. നമ്മളെല്ലാം ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ആവശ്യത്തിനധികം ഉപയോഗിക്കും. നമുക്കുള്ള മൊബൈലിൽ ആപ്ലിക്കേഷൻ, എൻ്റെ മൊബൈൽ ഒത്തിരി ആപ്ലിക്കേഷനുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന 2-3 ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ റിമെയിൻ അൺയൂസ്ഡ്. നമ്മൾ ഉണ്ടാക്കുന്ന വീട്, അതിൽ 1-2 മുറികൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ആളില്ല. ഭൂരിപക്ഷം റൂംസ് ആർ അൺയൂസ്ഡ്. സ്പേസ് ആവശ്യത്തിലധികമായിട്ട് ചെലവാക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അഭിമന്യ തിരുമേനി പറഞ്ഞു, ലിമിറ്റഡ് സ്പേസ് അത് എത്രയോ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന്റെ ഇൻകാർണേഷനെ കുറിച്ചുള്ള പഠനങ്ങളിൽ യേശു ക്രിസ്തു ലിമിറ്റഡ് സ്പേസിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുകയും മഹത്വപൂർണമായിരിക്കുന്ന ക്രിസ്തു ബേത്ലഹേമിലെ ഓഫ്രത്ത എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ലിമിറ്റഡ് സ്പാഷ്യോ ടെമ്പറലായിട്ടുള്ള ആ ലിമിറ്റഡ് സ്പേസിലേക്ക് ക്രിസ്തു വന്നു. യേശു എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കും. ഞാൻ ഇന്നലെ ഓർപ്പിച്ച പോലെ അഭിമന്യ തിരുമേനി കിടന്ന റൂമെല്ലാം വളരെ ലിമിറ്റഡ് ആയ സ്ഥലമാണ്. ആലുവയിലെ വലിയ തിരുമേനി കിടക്കുന്ന റൂമും കട്ടിലും ഒക്കെയും ഇന്ന് അവിടെയുണ്ട്. അതെല്ലാം വളരെ ലിമിറ്റഡ് ആയ സ്പേസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് നമ്മൾ ഒത്തിരി അഫ്ലുവന്റ് ആണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിക്കാനിടയായി, അഫ്ലുവൻസി ആൻഡ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയ സഭയെ അഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം സമ്പന്നത, ആവശ്യത്തിൽ കൂടുതൽ ചെലവാക്കുന്ന രീതികൾ സഭകളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ പെരുന്നാളുകൾ മിക്കവാറും ഒരു അഫ്ലുവൻസി കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തുണ്ടോ എന്ന് തോന്നുന്ന പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്തതായ ഡാൻസുകളും പിന്നീട് മറ്റ് നാസിക് ഡോളുകളും, ഇതൊന്നും പണ്ട് നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനിറ്റി ആൻഡ് അഫ്ലുവൻസി, ലോകം ഒരു അഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് പോകുമ്പോൾ നമ്മളും അതിലേക്ക് പയ്യെ മൂവ് ചെയ്യാണ്. നമ്മുടെ എല്ലാ ജീവിത ശൈലികളും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ലിമിറ്റ് ചെയ്യുക, പരിമിതപ്പെടുത്തുക. യേശു ക്രിസ്തു പരിമിതനായി തീർന്നു. നമ്മളുടെ ജന്മപ്പെരുന്നാളിന്റെ ശുശ്രൂഷ വായിക്കുമ്പോൾ അവൻ ഗുഹയിൽ ജനിച്ചു. യേശുക്രിസ്തു വാസ് ബോൺ ഇൻ കേവ്. യേശുക്രിസ്തു ഗുഹയിലാണ് ജനിച്ചത്. ഗുഹ സാധാരണ മൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഗുഹയിൽ ജനിച്ച ക്രിസ്തുവിനെ ചൂട് കിട്ടുന്നതിന് വേണ്ടി പുൽത്തൊട്ടിയിലേക്ക് മറിയം എടുത്തു കിടത്തിയാണിത്. പുൽത്തൊട്ടിയിലല്ല യേശുക്രിസ്തു ജനിച്ചത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഗഹുര ഭവന മന്നവനെ, ഗുഹ വീടാക്കി തീർത്ത രാജാവേ എന്ന് പ്രാർത്ഥിക്കും. അതിലൊരു പ്രാർത്ഥനയിൽ കീറത്തുണി ചുറ്റി കീറത്തുണി ചുറ്റി കിടന്നു എന്നാം വായിക്കും. യേശുക്രിസ്തു ജനിച്ച കൊച്ചിന് ആവശ്യമായ നല്ല വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നു. ആ തുണി പലതും കീറിയതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ എത്രയോ നല്ല വസ്ത്രമാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ന്യൂ ബോൺ ബേബീസ് വിദേശങ്ങളിൽ നേരത്തെ തന്നെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യും. പ്രസവിക്കുന്നതിന് മുമ്പ് ഐഡന്റിഫൈ ചെയ്ത് പേരൊക്കെ ഇട്ട് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യും. അവരുടെ ഡ്രസ്സും പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മേടിക്കും. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ജെൻഡർ ഐഡന്റിഫിക്കേഷൻ ഇല്ല. അത് എത്രയോ മനോഹരമായ ഡ്രസ്സുകളാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ കർത്താവ് കീറത്തുണി ചുറ്റി, അല്ലാതെ കീറത്തുണി എന്ന് മാത്രമല്ല, അത് ഓൾഡ് ക്ലോത്ത് ആയിരുന്നു. ആ ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോരം പരിമളപ്പെടുത്തണം. ഇന്നത്തെ അഫ്ലുവന്റ് കൾച്ചർ നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബങ്ങളിലേക്കും വന്നിട്ടുണ്ട്. അതിന്റെ നിദർശനങ്ങൾ, അതിന്റെ റിഫ്ലക്ഷൻസുകൾ വലുതായി നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും. ലാളിത്യം ഏറ്റവും ശ്രദ്ധേയമാണ്. തിരുമേനിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഭക്ഷണം മേടിച്ചു തരും. ഒരിക്കലും കുന്നംകുളത്ത് കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ തിരുമേന്റെ കാറിലാണ് മൂവാറ്റുപുഴ വരെ വന്നത്. പോകുന്ന വഴിക്കെല്ലാം 3-4 സ്ഥലത്ത് നിർത്തി ഇഷ്ടംപോലെ ഭക്ഷണം മേടിച്ച് തിരുമേനിയും കഴിക്കും, അത് എല്ലാവർക്കും മേടിച്ചു തരും. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ കുറിച്ചിപ്പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ബേക്കറിയിൽ നിന്ന് തിരുമേനി ഇഷ്ടംപോലെ ഭക്ഷണം മേടിച്ചു. ഒരിക്കലും വിശപ്പ് തിരുമേന്റെ കൂടെ നടന്നാലും ഉണ്ടാകാറില്ല. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. അന്ന് അവിടെ ഭക്ഷണം ചെയ്യുന്ന പൊന്നമ്മ എന്നൊരു സഹോദരി കുറിച്ചിപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം പോയപ്പോൾ അവരെ കാണും. അവരെനിക്ക് പ്രത്യേകമായിട്ട് ഭക്ഷണം ഒന്ന് ഉണ്ടാക്കി തരുമായിരുന്നു. എല്ലാവർക്കും കൂടുതൽ കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് അഡീഷണൽ ഒരു ഗ്ലാസ് പാല് കൊണ്ടുതരുമായിരുന്നു. നല്ലൊരു സഹോദരിയായിരുന്നു. അവരിപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുമേനിയുടെ ഓർമ്മ നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കും. അഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ലാളിത്യം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു വാക്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം. തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാനായി വീട്ടുകാരനെ നിയമിച്ച ബുദ്ധിയും വിശ്വസ്തനുമുള്ള ദാസനായിരിക്കും. പട്ടക്കാരുടെ ഓർമ്മയിൽ വായിക്കുന്ന വിശുദ്ധ വേദഭാഗമാണ്. റൈറ്റ് ടൈം, ഓൺ റൈറ്റ് ടൈം, നല്ല സമയത്ത് ഭക്ഷണം കൊടുക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റികൾ കൃത്യമായിട്ട് ചെയ്യുവാൻ നിയമിച്ച ആക്കിയ ആളുകളാണ് പട്ടക്കാര് എന്നതിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ടൈം, മേക്ക് യൂസ് ഓഫ് ടൈം, യൂസിങ് ടൈം ഓൺ റൈറ്റ് ടൈം. സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവനാണ് ഓരോ പുരോഹിതന്മാരും. എനിക്കും ഇവിടെയുള്ള വൈദികർക്കും എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വം, നമുക്ക് ലഭിച്ച സമയം അത് ഉപയോഗിക്കാൻ സാധിക്കും. ബൈബിളിൽ 2 സമയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈമെന്നും സമയമെന്നും പറയുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ 2 രീതിയിലുള്ള ടൈം പുതിയ നിയമത്തിൽ പറയും. ഒന്ന് ക്രോണോസ്, 2 കൈറോസ്. ഈ 2 സമയത്തിനും അതിന്റെ ക്വാളിറ്റിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കൈറോസ് ദൈവത്തിന്റെ സമയമാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതും മനുഷ്യത്വന് അവതാരം ചെയ്തതും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതും ഇനി നമ്മുടെ കർത്താവ് രണ്ടാമതും വരുന്നതും ദൈവത്തിന്റെ സമയമാണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ, നമുക്ക് ഈ സമയത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ചില ടൈം. എന്നാൽ എനിക്കും ഞങ്ങൾക്കും ഉള്ള ഒരു ടൈം, അതിനെ ക്രോണോസ് എന്ന് പറയും. ക്രോണോളജി എന്ന പദം അതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് ടൈം അറ്റ് അവർ ഡിസ്പോസൽ.
നമ്മുടെ കയ്യിലിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ആയുസ്, എൻ്റെ ഇന്നത്തെ ഷെഡ്യൂള്. നിങ്ങളിന്ന് പള്ളിയിൽ വന്നു, ഞാനിവിടെ വന്നു, ഞാൻ തിരിച്ചു പോകും. നമ്മുടെ ഷെഡ്യൂളുകൾ, നമുക്ക് നൽകിയിരിക്കുന്ന ആ സമയം, അത് കുറേയൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന സമയത്തെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ, നല്ലവണ്ണം ഉപയോഗിക്കാൻ നമ്മുടെ ടൈം. ഈ ലോകത്ത് ഏറ്റവും വിലയുള്ളത് സമയത്തിനാണെന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും വിലയുള്ളത് സ്വർണ്ണമാണ്, പെട്രോളും ഡീസലും കുറേയും കൂടി വില കൂടിയിട്ടുണ്ട്. എന്നാൽ ദ മോസ്റ്റ് പ്രീഷ്യസ്, വാല്യൂ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് സമയം. കൊഴിഞ്ഞുപോയ ഇന്നലെകൾ ഇറിവോക്കബിൾ ആണ്, ഒരിക്കലും തിരിച്ചു വരികയില്ല. ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. മോസ്റ്റ് പ്രീഷ്യസ് എന്ന് പറയുന്ന ടൈമാണ്. ഈ സമയത്തെ നല്ല രീതി ഉപയോഗിക്കുക. മനുഷ്യൻ ഇന്ന് കൂടുതൽ സമയം സോഷ്യൽ മീഡിയകളിലാണ് ഉപയോഗിക്കുന്നത്. 18 മണിക്കൂർ നേരം ഒക്കെയും സോഷ്യൽ മീഡിയകളിൽ സമയം ചെലവഴിക്കുന്നു. മിഡ് നൈറ്റിൽ ഉറക്കമുളച്ച് സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ടാകും. രാത്രി 12 മണിക്ക് 1 മണിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ എനിക്ക് ആളുകൾ മെസ്സേജ് അയക്കുകയാണ്, ഞാൻ അതിന് റിപ്ലൈ രാവിലെ കൊടുക്കാറുള്ളൂ. രാത്രി 12 മണിക്ക് അവൻ എന്ത് വിചാരിക്കും, തിരുമേനി എഴുന്നേറ്റിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കും. വാത്സല്യമുള്ളവരെ, ഹൗ ഡു വി സ്പെൻഡ് അവർ ടൈം? നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യൻ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും മാത്രമല്ല, മനുഷ്യൻ അടിമത്തം, അഡിക്ഷൻ ടു ദ സോഷ്യൽ മീഡിയാസ്, സ്ക്രീൻ അഡിക്ഷൻ. സ്ക്രീനുകൾക്ക് മനുഷ്യൻ അഡിക്റ്റഡ് ആയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ മദ്യപാനം, മയക്കുമരുന്ന്, വെറിക്കൂത്ത്, ഇങ്ങനെ കുറെ സ്റ്റീരിയോ ടൈപ്പായ കാര്യങ്ങളാണ്. ആധുനിക മനുഷ്യന്റെ അടിമത്തം വ്യത്യസ്തമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ക്രീൻ അഡിക്ഷൻ. 2, പർച്ചേസ് അഡിക്ഷൻ. ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. 1 മേടിക്കുമ്പോൾ 2 ഫ്രീ. ആക്ച്വലി 1 മേടിക്കാനേ നമ്മൾ പോയിട്ടുള്ളൂ. 2 അഡീഷണൽ സംഗതിയോട്. പർച്ചേസ് അഡിക്ഷൻ, സ്ക്രീൻ അഡിക്ഷൻ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കും. നമ്മുടെ സമയം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപയോഗിക്കുക. ആഴ്ചയിൽ 18 മണിക്കൂർ നേരം ഒരു മനുഷ്യൻ TV കാണുന്നുള്ള ഞാൻ പഠനം വായിച്ചു. എന്നാൽ നമ്മൾ പള്ളിയിൽ ചെലവാക്കുന്നതോ 1.5 മണിക്കൂറോ മാക്സിമം 2 മണിക്കൂർ. അത് തന്നെ സമയം ദീർഘിച്ചു പോയ പ്രശ്നമാണ്. അത് തന്നെ ചിലർ കൃത്യസമയത്ത് വരാറില്ല. ആ 1.5 മണിക്കൂർ ഒരാഴ്ചയിൽ നമുക്ക് പള്ളിയിൽ ചെലവഴിക്കാനായിട്ട് കുർബാന 1.5 മണിക്കൂറാണ് സമയമുള്ളത്. ആ 1.5 മണിക്കൂർ പോലും നമ്മൾ ക്രിസ്തുവിന് കൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ വി സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഇൻ മീഡിയാസ്. വാത്സല്യമുള്ളവരിന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഓരോ പുരോഹിതനും സമയം, ലഭിച്ച സമയം വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച സമയം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ ആരോഗ്യം, ദൈവം നൽകിയ കൃപകളെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഈ സമയങ്ങളെല്ലാം മനസ്സാന്തര ജീവിതം നയിക്കും. വൈദികരുടെ ശവസംസ്കാര ക്രമത്തിൽ അവസാന ഭാഗത്ത് ഒരു പാട്ടുണ്ട്. ഞാൻ എപ്പോഴും അത് ധ്യാനിക്കുന്ന ഒരു പാട്ടാണ്. അതിങ്ങനെയാണ്: മരണത്തിനും അനുതാപത്താൽ ഉണർവേഗത്തോ കയ്യോ കഷ്ടം. ഈ ലോകത്തെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വണ്ടിയില്ലാത്തതോ വീടില്ലാത്തതോ ഒന്നുമല്ല. നമ്മുടെ ജീവിതം മനസ്സാന്തരപ്പെടാതെ മരിച്ചു പോകുന്നു. മനസ്സാന്തരത്തിന്റെ അനുഭവമില്ലാതെ ഈ ലോകത്ത് കടന്നു പോകുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. നമുക്ക് ലഭിച്ച സമയം മനസ്സാന്തരം ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, മരണത്തിനുമും അനുതാപത്താൽ ഉണർവേഗത്തോ കയ്യോ കഷ്ടം. ഞാൻ എപ്പോഴും അത് പാടി ധ്യാനിക്കാറുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ആയുസ്
ദൈവം എപ്പോൾ വിളിച്ചാലും, എപ്പോഴോ എവിടുന്നോ അവിടുന്ന് തിരുമനസ്സാകാരം എന്നെ വിളിച്ചാൽ ഞാൻ ലജ്ജ കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ എപ്പോഴോ എവിടെ വെച്ചോ നമ്മൾ ദൈവം വിളിക്കും. റോഡിലാവാം, ആക്സിഡന്റ് ആവാം, കൊഴിഞ്ഞു വീഴാകാം, സ്ട്രോക്ക് ആവാം, പ്രൊലോങ്ഡായ ക്രോണിക് ഡിസീസ് ആവാം, ഹോസ്പിറ്റലിൽ ICUലാവാം, വീട്ടിലാവാം, എപ്പോഴോ എവിടെയോ എവിടെ വെച്ച് ഏത് സമയത്ത് എങ്ങനെ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പാപത്തിന്റെ ലജ്ജ കൂടാതെ ഞങ്ങൾ ചേർക്കപ്പെടണം. പാപത്തിന്റെ ലജ്ജയില്ലാതെ ഈ ലോകം കടന്നു പോകാനായിട്ട് സാധിക്കും. മരണത്തിന് ശേഷം അനുദപിക്കാൻ കഴിയുകയില്ല. എല്ലാവരും ഇത് ഓർത്തിരിക്കണം. മരണത്തിന് ശേഷം അനുതാപത്തിന് സാധ്യത. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു വ്യക്തി ആത്മാവും ശരീരവും ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമാണ് മനസ്സാധന സാധ്യത. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവം നൽകിയ സമയം നമുക്ക് തത്വത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ആയുസ്, ആരോഗ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാം. നമ്മുടെ നിമിഷങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ പള്ളി, നമ്മുടെ കൂട്ടായ്മ, അതെല്ലാം ദൈവത്തിന് കൊടുത്ത് മനസ്സാന്തരത്തോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു. ഈ ദിവസത്തിൽ വളരെ നേരത്തെ തന്നെ എന്നെ വിളിച്ചു. ഫെബിൻ എന്നെ കുറെ പ്രാവശ്യം വിളിച്ചു, പല പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നു. എന്താണ് നേരത്തെ വിളിച്ചു ഇവിടെ വരുന്നതിനും സംബന്ധിക്കാനിടയായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ക്ഷണിച്ച എല്ലാവരോടും, ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരോടും ഈ പള്ളിയിലെ ട്രസ്റ്റിമാരോടും ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം അദൃശ്യമായ വലത്ത് കൈ നീട്ടി നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടികളുടെ രക്ഷകനും സർവജ്ഞാനങ്ങളുടെയും ഗുരുവായ ദൈവം തമ്പുരാനെ, നീ ലോകത്തിന്റെ പ്രകാശമാകുന്നുവല്ലോ. നിന്റെ പ്രകാശത്താൽ ഞങ്ങളിലെ പ്രകാശം കാണുന്നു. നിന്റെ ശോഭയാൽ ഞങ്ങളെ പ്രകാശോപിപ്പിക്കണമേ. നിന്റെ തിരുവചനം ഞങ്ങളുടെ കാലടികൾക്ക് ദീപമായിരിക്കണമേ. ഇപ്പോൾ അവിടുത്തെ ഇഷ്ടപ്രകാരം പഠനം ആരംഭിക്കുന്ന ഈ മക്കളെ നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ ആകുന്ന അഗ്നി നാവകളിൽ മുഖാന്തരം ശിഷ്യന്മാരിൽ ഞാൻ നൽകിയ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഈ മക്കളെ പ്രശോഭിപ്പിക്കണമേ. ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെ പൂർണ്ണമായ ആരോഗ്യവും ബുദ്ധിയും ശക്തിയും നൽകി ഈ മക്കളെ വഴി നടത്തുമാറാകണമേ. ഇവരുടെ പഠനത്തിന് പ്രതിബന്ധമുണ്ടാക്കുന്ന എല്ലാ പൈശാചിക ശക്തികളുടെ കണിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇവരെ നീ സംരക്ഷിച്ച് കരുണയാകുന്ന ചിറങ്ങളിൽ നിന്റെ മക്കളെ പരിപാലിക്കണമേ. ഇവർ നേടുന്നതായ അറിവ് മുഖാന്തരം പരിശുദ്ധ നാമോത്വത്തിനും സഹവാസികളുടെ പ്രയോജനത്തിനുമായി തീരുവാനും കൃപയാളുമായി ചെയ്യുമാറാകണമെ. ആയുഷ്കാലം മുഴുവനും സത്യവചന പ്രവർത്തികളെ മുറുകെ പിടിച്ച് സ്നേഹിത്തിൽ ജീവിക്കുവാൻ തക്കോണം നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരയറ്റുന്നു. അതിപ്പോഴെല്ലാം ഇപ്പോഴും നന്നേക്കും തന്നെ. ആമേൻ.